ഈ സമയം ഇപ്പോൾ രാത്രി 9:19 നമ്മൾ ട്രാവൽ ചെയ്യേണ്ട ഗോവ എക്സ്പ്രസ് എന്ന വണ്ടി ഇവിടെ ബെൽഗാം സ്റ്റേഷനിൽ വരേണ്ടത് രാത്രി 12:50 പക്ഷേ വണ്ടി ഇപ്പോൾ കറൻ്റ് 3 മണിക്കൂർ 28 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ റണ്ണിങ് വെച്ചിട്ട് ബെൽഗാം എത്തേണ്ട സമയം എന്ന് പറയുന്നത് 3:55, അതായത് 4 മണിന്ന് കൂട്ടിക്കോ, 4:45, ഇപ്പോൾ 4:30 എന്നിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബെൽഗാം സ്റ്റേഷനിൽ ഒരു രാത്രി മൊത്തം കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും ജന്മത്ത് പോലും വിചാരിച്ചതല്ല ഇതിലൊക്കെ നടക്കുമെന്ന്. എൻ്റെ പ്ലാനിങ്ങിൽ എവിടെ ഒരു പിഴവ് പറ്റിയതാണ്. വണ്ടി ലേറ്റ് ആവുമെന്ന് ആരും കരുതിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു രാത്രി ഫുൾ ഇവിടെ ബെൽഗാം സ്റ്റേഷനിൽ ഇവിടെ ഈ ഒരു കസേരയിൽ ഇരുന്ന് ഉറങ്ങേണ്ടി വരുന്നൊരവസ്ഥയായിരിക്കും ഇന്ന്. അതും ചുമ്മാ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ അല്ല, ഒടുക്കര തണുപ്പാണ്. ഇപ്പോൾ 22 ഡിഗ്രി ഉള്ളൂ. പക്ഷേ പ്രശ്നം കാറ്റും മഴയുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഫുൾ കൈ ഉടുപ്പും ഇല്ല, പുതപ്പില്ല, ഒന്നുമില്ല. രാത്രി 4 മണി വരെ കടിച്ചു പിടിച്ചിരിക്കണത്. അപ്പോൾ നമുക്ക് ഗോവ എക്സ്പ്രസ്സിൽ കയറി മഡ്ഗാവ് പോകുന്ന യാത്രയും മഡ്ഗാവ് നിന്ന് എറണാകുളത്തേക്ക് മംഗള എക്സ്പ്രസ്സിലുള്ള യാത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. ഈ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന ഈ ദൗണ്ട് കോട്ട് ലൈൻ എന്ന സ്ഥലം വരെ കറക്റ്റ് ഓൺ ടൈമിന് വന്ന വണ്ടി പൂനെ കയറുന്ന 6:45 4:55 കയറേണ്ട വണ്ടിയാണ്. പൂനെ അടുക്കാറായപ്പോഴാണ് ഈ വണ്ടി ലേറ്റ് ആയത്. അത്രയും ദൂരം ഇത് നല്ല 1500 കിലോമീറ്ററോളം നല്ല പഞ്ചലായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പൂനെ കയറിയപ്പോൾ അവർ മൊത്തം തേച്ചൊട്ടിച്ച് ഈ വണ്ടീനെ. ഇപ്പോൾ ഇത് 3.5 മണിക്കൂർ ലേറ്റാണ്. ഈ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ബാക്കിൽ ഉദയ്പൂരിൽ നിന്ന് മൈസൂർ പോകുന്ന പാലസ് ക്വീൻ ഹംസഫർ എന്ന വണ്ടിയുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ സ്റ്റേഷനായ ആലന്തീർ എന്ന സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടേക്കാം. ഈ ആലന്തീർ എന്ന സ്റ്റേഷനിലായിരുന്നു ഈ ഗോവ എക്സ്പ്രസ് ഒരു 1.5 മണിക്കൂറോളം നേരത്തെ കിടന്നത്. അത്യാവശ്യം വണ്ടിയെങ്കിലും ഉണ്ടായിരുന്നാൽ കൊള്ളായിരുന്നു. ഇതാണെങ്കിൽ 8 വണ്ടിയുണ്ട്. അധികം വണ്ടികളില്ല ഈ റൂട്ടിൽ കേട്ടോ. ഇനിയിപ്പോൾ 12:00 എങ്ങാണ്ടാണ് അടുത്ത വണ്ടി. അതിനിടയ്ക്ക് എങ്ങാണ്ട് ഒരു പാസഞ്ചർ വരും, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടുത്തെ RPF പോസ്റ്റ് കമാൻഡർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഓഫീസിന് മുന്നിൽ വന്ന് കിടക്കുകയാണ്. അവിടെ എൻ്റെ പവർ ബാങ്ക് അവിടെ ചാർജിനിട്ടേക്കുകയാണ്. പവർ ബാങ്കിന് ചാർജില്ല. ഇവിടെ ആകെ പ്ലഗ് പോയിൻ്റ് ഉണ്ടതിൻ്റെ അവിടെ കൊണ്ട് ഞാൻ ചാർജിനിട്ടേക്കുക. കുറച്ച് നേരം കിടക്കട്ടെ, അല്ല വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ മണി 9:45 ഞാനിവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഒരു RPF ഒരു സാറ് വണ്ടി വെച്ചു. എന്താ ഇവിടെ ഇരിക്കുന്നത്, ഏത് വണ്ടിക്ക് പോകാനാണ്, ഗോവയ്ക്ക് പോകാനെന്ന് പറഞ്ഞു. ഗോവയ്ക്ക് പോകാനെന്ന് പറഞ്ഞു. കയ്യിലുള്ള സാധനമൊക്കെ സൂക്ഷിക്കണം, കിടന്ന് ഉറങ്ങിപ്പോയരുത്. ഉറങ്ങിയില്ലാലും കുഴപ്പമില്ല, കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കണം. വണ്ടി കയറിയിട്ടായാലും ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി സാറെന്ന് പറഞ്ഞു. രാത്രി സേഫ് അല്ലല്ലോ ഒരിക്കലും, നമ്മളെടുക്കുന്നത് തന്നെ റിസ്ക്കാണ്. കാരണം ഇങ്ങനെ ഒരു സ്റ്റേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല, സ്റ്റേഷൻ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധനങ്ങൾ കയ്യിലുണ്ട്, കയ്യിൽ ഐഫോൺ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുന്ന അത്ര സേഫല്ല. അപ്പോൾ സാറ് പറഞ്ഞു ഉറങ്ങരുതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. രാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ചറപറ ഗുഡ്സ് പോകുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ട ഗുഡ്സൊക്കെ അല്ല, ഇലക്ട്രിക് ആണേ. അടുത്ത വണ്ടി വരുന്നുണ്ട്. ഇത് മീറജിന്ന് ലോണ്ടയ്ക്ക് പോകുന്നൊരു പാസഞ്ചർ ട്രെയിനാണേ. ഞാൻ ഈ വണ്ടി അതിൻ്റെ ലോക്കോടെ പേരുണ്ട്, ഭദ്ര എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വണ്ടിക്ക് കയറി ഞാൻ ശരിക്കും ലോണ്ട പോകാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് ആലോചിച്ചതാ. ലോണ്ട പോയിട്ട് അവിടെ നിന്ന് മറ്റേ യശ്വന്ത്പൂർ വാസ്കോഡഗാമയ്ക്ക് കയറി ഗോവ പോയാലെന്ന്. പക്ഷെ ആ വണ്ടി 2.5 മണിക്കൂർ ലേറ്റാണ് കേട്ടോ. അടിപൊളി, എല്ലാം ലേറ്റാ. അതവിടെ ലോണ്ട എത്താൻ 3:30 അതിലും ഭേദം ഈ വണ്ടിക്ക് കയറുന്നത് ഇവിടെ നിന്ന്. സമയം ഇപ്പോൾ രാത്രി 11:12 കേട്ടോ. നമ്മുടെ ഗോവ എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ ഈ സാത്തര 3.5 മണിക്കൂർ ഡിലേ ഉണ്ട്. ഇപ്പോഴും ബെലഗാവി സമയം കാണിക്കുന്നത് 3:50. ഒരു 4 മണി എന്തായാലും കഴിയും കേട്ടോ. ആൾക്കാർ ഭയങ്കര കുറവാണ് സ്റ്റേഷനിൽ. ഒറ്റ മനുഷ്യന്മാരല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. രാത്രിയിൽ വണ്ടികൾ റൂട്ട് വണ്ടികൾ കുറവാണ്. പകലാണ് കൂടുതലും വണ്ടികളുള്ളത്. അതുകൊണ്ട് വലിയ ആളും പേരൊന്നുമില്ല. അടുത്ത വണ്ടി വരുന്നുണ്ട്. ഇത് ഗുഡ്സ് ലോക്കോ ആണല്ലോ. ഇത് ഏതാ വണ്ടിയിലൊന്നും അറിയത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇതെന്തോ ഇത് അവിടെ കിടന്ന ആ റേക്ക് ഉണ്ടല്ലോ, മറ്റേ മീറജ് ബെലഗാവി, അതിൻ്റെ അതെടുത്ത് ചണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകും, അപ്പുറത്തും എങ്ങാണ്ട്. ഇത് രാവിലെ 5:45 ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അത് റേക്ക് ഇപ്പോഴേ കൊണ്ടിവിടെ പ്ലാറ്റ്ഫോം 2 കൊണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വണ്ടി മിക്കവാറും 1 അല്ലെങ്കിൽ 3 വരുന്നത്. 1 ചാൻസ്. ഇപ്പം സമയം രാത്രി 12:40. നമ്മുടെ ഗോവ എക്സ്പ്രസ് ഇപ്പം 4 മണിക്കൂർ 3 മിനിറ്റ് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കരാട് എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ബെലഗാവിയിലെ സമയം എന്ന് പറഞ്ഞാൽ
ബലഗാവിലെ സമയം 4:10 കാണിക്കണേ. നിങ്ങളെന്ന് വിചാരിക്കും ഇവനൊന്ന് വെയിറ്റിംഗ് ഹാളിൽ വല്ലതും പോയി കിടന്നുകൂടെയെന്ന്. വെയിറ്റിംഗ് ഹാളിലെ പ്രശ്നം എന്ന് വെച്ചാൽ അറിയാം, വെയിറ്റിംഗ് ഹാളിൽ ഇങ്ങനെ അടഞ്ഞു കൂടി നമുക്ക് ശ്വാസം മുട്ടും. ഇതാകുമ്പോൾ പുറത്തുനിന്ന് ഇറങ്ങി നടക്കാം, നല്ല തണുപ്പുണ്ട്, അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. എന്തുവാണോ എന്തോ ദൈവമേ, എന്തൊരവസ്ഥയാണത്. ഇനി മേലായിരിക്കും പരിപാടി കാണിക്കുന്നത്. എന്നോടന്നെ ഞാൻ പറയുന്നത് കേട്ടോ, കിണ്ടിയാണ് ഞാൻ പറയുന്നതൊക്കെ. എന്തെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഉറക്കത്തിൻ്റെ പ്രശ്നം കാരണം. അയ്യോ, നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഏതൊക്കെയോ വണ്ടിക്ക് കയറാൻ വേണ്ടി കുറേ പേരൊക്കെ കിടക്കുന്നുണ്ട്. കുറേ പേര് ബാഗൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി 4 മണിയാകുമ്പോൾ വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കറക്റ്റ് 4 മണിക്കൂർ ലേറ്റാണ് ഇപ്പോൾ വണ്ടി. ഇതുണ്ടോ ഡീസൽ ലോക്ക് വെച്ചൊരു വണ്ടി വരുന്നുണ്ടോ? ഇത് വട്ടുവ ഉണ്ടല്ലോ ഇവിടെ അഹമ്മദാബാദുള്ള വട്ടുവേനെ ഹൂബ്ലി പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. അബൂറോഡ് ഷെഡിൻ്റെ ഒരു WDG4 ആണ് എൻ്റെ ലോക്ക് കേട്ടോ. വട്ടുവ ഹൂബ്ലി സ്പെഷ്യൽ കൊള്ളാം. ആരുമില്ല അതിനകത്തൊക്കെ, ജനറലിനകത്തൊന്നും ആരുമില്ല, ഒറ്റ മനുഷ്യന്മാരില്ല. അങ്ങനെ ഗൈസ്, നമ്മുടെ ഗോവ എക്സ്പ്രസ് ഏകദേശം വരാറായിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 3:41 കേട്ടോ. വണ്ടി ഇപ്പം ഘട്ടപ്രഭ എന്ന സ്റ്റേഷനിൽ, അതായത് നമ്മുടെ ബൽഗാവിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് ഇതിൻ്റെ. ഇനി അവിടെ നിന്ന് ഇനിയും ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുക്കുമായിരിക്കും വണ്ടി. ഇപ്പം 4:25 ഇവിടുത്തെ ടൈം കാണിക്കണത്. 3 മണിക്കൂർ 40 മിനിറ്റ് ലേറ്റ് ആണ് കേട്ടോ. അയ്യോ, തണുത്തിട്ട് നിൽക്കാൻ വയ്യ. അതിനിടയ്ക്ക് കാറ്റും മഴയും കൂടെ. എൻ്റെ ദൈവമേ, നല്ല തണുപ്പാ കേട്ടോ. വണ്ടി ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ വരുമായിരിക്കും. അയ്യോ എൻ്റെ ദൈവമേ, ആദ്യമായിട്ട് ഇത്രയും നേരം ഒരു വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കില്ല. ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു 20 മിനിറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയായിട്ട് സാന്ത്വനെ കാണുന്നില്ല. 4:30 കഴിഞ്ഞു ഇപ്പോൾ. അയ്യോ എൻ്റെ ദൈവമേ, ഇതുപോലെ വെറുത്തൊരു ദിവസം. എൻ്റെ പൊന്നോ, അതേണ്ട് വരുന്നു നമ്മളെ ഇത്രയും നേരം ഇവിടെ പോസ്റ്റ് ആക്കിയ സാധനം. വേണ്ട ഗോവ എക്സ്പ്രസ് പോരെ. വൺ 2780 ആണ് ഈ വണ്ടിയുടെ നമ്പർ കേട്ടോ. പൂനെന്ന് ഇതിന് ഡീസലൊക്കെ കയറ്റി വിട്ടതാണ്. പൂനെന്ന് വാസ്കോ വരെ ഇതിന് ഡീസലാണ്. നിസാമുദ്ദീന് പൂനെ വരെ ഇതിന് ഇലക്ട്രിക്കും. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയത് ഇതിൻ്റെ എക്കണോമി കോച്ചിലാണ്. AC എക്കണോമി ഇല്ലേ, അതിൽ M2 കോച്ചിലാണ് എൻ്റെ സീറ്റ് ഉള്ളത്. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇറങ്ങാറുണ്ട്. എൻ്റെ പൊന്നെ, ഈ വണ്ടിയുടെ അവസ്ഥ ഭയങ്കര ശോകം കേട്ടോ. കച്ചറ വണ്ടി എന്ന് വെച്ചാൽ ഇത് കണ്ടോ ദൈവമേ. പാൻഡ്രയിലേക്കുള്ള ആക്സസ് കൊണ്ട് ആ ഡോറൊക്കെ മൊത്തം പൊളിഞ്ഞ്. ഡൽഹിയിൽ നിന്നുള്ള വണ്ടിയല്ലേ, കക്കൂസൊക്കെ അധികം ശോകം, എല്ലാം പാൻപരാകാം. എൻ്റെ പൊന്നെ, പക്ഷേ കോച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് കോച്ചാണ്, എക്കണോമിയാണ്. ആൾക്കാരുടെ ലൈറ്റ് ഓഫ് ചെയ്തല്ല, വലിയ ആൾക്കാരൊന്നുമില്ല, എല്ലാവരും ഉറങ്ങി. രാവിലെ ഒരു 9:30 ആകുമ്പോൾ മടുകാൻ എത്തുമായിരിക്കും. ഉറങ്ങട്ടെ, കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ. രാവിലെ കാണാം. രാവിലെ 7:30 ആയപ്പോഴും എണീറ്റു. 5:45 ലോണ്ട എത്തിയതാണ്. 6:45 ഏകദേശം 1.25 മണിക്കൂർ എടുത്തു ഇവിടെ ഇങ്ങനത്തെ വേണ്ടി, കാസർഗോഡ് എത്താൻ വേണ്ടി. പിടിച്ചിട്ട് ഒന്നും അറിയത്തില്ല. 7:30 ആയി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പോരെ. ഇപ്പം എന്തായാലും താഴെ മടുക എത്താൻ വേണ്ടി ഒരു 3 മണിക്കൂർ കൂടെ എടുക്കും. ഉറക്കക്ഷീണത്തിന് ഒരു താൽക്കാലിക ശമനം ഉണ്ടായി. നമ്മളിനി 2ാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ദുത്സാറ് കാണാൻ പോകാം കേട്ടോ. നമ്മളെ കാണാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടാണ് വിടാൻ പോവാണ്. വണ്ടി വിട്ടു. കാസർഗോഡ് നമ്മുടെ ഗോവ എക്സ്പ്രസ് വിടുകയാണ്. ഇവിടെ ഇപ്പോഴും നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്, നല്ല കാറ്റാണ്. ഇവിടെ കാറ്റാണ് മെയിനായിട്ടുള്ളത്. മഴയൊക്കെ നല്ല കീടില മഴ നോക്കി. അയ്യോ, ലോക്കോസ് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഭയങ്കര കാറ്റ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബ്രേക്കർ ലോക്കോസ് ആണ്, അതായത് ഇവിടെ നിൽക്കാൻ വയ്യ, അതുപോലെ കാറ്റാണ്, രക്ഷയില്ല. എൻ്റെ ദൈവമേ, നമ്മുടെ വണ്ടിക്ക് ലോക്കോസ് ഉണ്ട് ഫ്രണ്ടിൽ, ബ്രേക്കർ ലോക്കോസ് എന്ന് പറയും, ഇറങ്ങിപ്പോകാൻ വേണ്ടി. അതെനിക്ക് തോന്നുന്നു മറ്റേ WDG4G ആണെന്ന് തോന്നുന്നു. എൻ്റെ ഫോൺ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നത്. പുറത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. നമ്മുടെ ഗോവ എക്സ്പ്രസിന്റെ ഗാർഡ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പകൽ വെളിച്ചത്തില്ല. സാധാരണ ഗോവ എക്സ്പ്രസ് ഒക്കെ രാത്രിയിലാണ്, അത് വെളുപ്പിനാണ്, വെളിച്ചമൊക്കെ വരുന്ന മുന്നെയാണ് ഈ വണ്ടി ഗാർഡ്സ് ഇറങ്ങുന്നത്. നല്ല കാഴ്ചകളാണ്, നല്ല കാറ്റും മഴയുള്ളതുകൊണ്ട് അടിപൊളി ക്ലൈമറ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ വേണ്ടി കേട്ടോ. സൂപ്പർ, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ ഫുള്ള് കോടയൊക്കെ. ഓ എന്താല്ലേ, കുറച്ച് മുമ്പ് നല്ല മഴയായിരുന്നു, മഴ മാറി കോടയായി. നമ്മൾ ഇങ്ങോട്ട് വരാൻ
കരൺസോൾ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തിയേ. അപ്പം ഇവിടെ ഒരു ഗുഡ്സ് ക്രോസിംഗ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ലോക്കോ ഇതേപോലെ WDG 4G ട്വിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഗാർഡ് സെക്ഷനിൽ ഇപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ലോക്കോസാണ്. ഈ ഒരു ലൈൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഒരു ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയാണ്. ഇതിൽ ഫുള്ള് ഇതേപോലെ മറ്റേ കോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും, ഫുള്ളി ലോഡഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് മെയിൻലി ഈ റൂട്ടിൽ കൂടെ ഓടുന്നത്. അതിന് വേണ്ടിയാണ് ഈ റൂട്ടിൽ മെയിനായിട്ട് ഇവർ ട്രെയിൻസ് ഓടിക്കുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ ഇവിടെ കണ്ടാ, കുഞ്ഞൊരു വെള്ളച്ചാട്ടം കണ്ടാ, അതും കൊള്ളാല്ലേ. ഇതുകൊണ്ട് ഇതിന്റെ താഴെക്കോട്ടെ എന്തുവാല്ലേ, എന്റെ ദൈവമേ, ഇതൊരു വയഡക്റ്റോ, ഇതൊരെന്ത് വലിയൊരു പാലം കേട്ടോ. അതൊക്കെ അടിപൊളി, പേടിയാത് കണ്ടിട്ട്. ഫെൻസിങ് ചെയ്തേക്കുന്നുണ്ടോ, നല്ല മറ്റേ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ എങ്ങാണ്ട് കമ്പി വെച്ചിട്ട് ഫുള്ള് കല്ലൊന്നും താഴെ വീഴാത്ത രീതിയിൽ ചെയ്യുന്നേക്കുന്നുണ്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങുന്നുമുണ്ട്. ഇപ്പോൾ ദൂദ്സാഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് നമ്മുടെ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ബ്രേക്ക് ടെസ്റ്റ് ഉണ്ടേ. അപ്പോൾ ഇറങ്ങിപ്പോകാനകത്ത് എല്ലാ വണ്ടിക്കും ഇവിടെ ബ്രേക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പം ബ്രേക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വണ്ടി എടുക്കും. ഇവിടെ എല്ലാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ടോ, കുറേ എടുത്തോട്ട് എല്ലാം എടുത്തോട്ട് ഇത് വേണം. ഇത് താഴേക്ക് ഒന്ന് കുളിക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കല്ലേ. നമ്മുടെ ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഈ ട്രിപ്പിലെ അല്ലാതെ തവണ കാണാൻ പറ്റുന്നതായിക്കളെ. എൻ്റെ അടുത്ത് വരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഒരു പുള്ളിക്കാരുണ്ട്, വാവ് എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. കുറേ ആൾക്കാർ ട്രക്കിങ്ങിന് വേണ്ടി അവിടെ ഫോൾസിനുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ കണ്ടില്ലേ വീഡിയോയിൽ. എനിക്കങ്ങനെ പാടില്ല എന്നാണ്, പക്ഷേ വന്നു ആൾക്കാർ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മുടെ ഗോവ എക്സ്പ്രസ് അങ്ങനെ 4.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇവിടെ കുലം സ്റ്റേഷനിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 9 മണിയായിട്ട്, 9 മണി. 4:30 വെളുപ്പിൽ വന്ന് കയറുന്ന വണ്ടിയാണ്. 9 മണിക്കാണ് വന്ന് കയറുന്നത്. ഇനിയിപ്പോൾ നമ്മളെ കാസൽ റോക്കിൽ കുലം വരെ എത്തിച്ച ബ്രേക്കർ ലോക്കോസ് ഉണ്ടല്ലോ, നമ്മുടെ ലോക്കോയുടെ മുന്നിൽ വേറെ 2 ലോക്കോസ് ഉണ്ട് എക്സ്ട്രാ, ഇങ്ങനെ പിടിച്ചിറങ്ങാൻ വേണ്ടി. ഇനി അതൊക്കെ ഇവിടെ ഊരിയിട്ട് ആ ഒറ്റ WD-40 വെച്ചുകൊണ്ടാണ് ഇനി വാസ്കോ വരെ പോകുന്നത്. ഇവിടെ പറഞ്ഞപ്പോൾ പിന്നെ മഴയൊന്നുമില്ല, പക്ഷെ മഴ പെയ്തായിരുന്നു രാവിലെ. ഗോവ എക്സ്പ്രസ് ഇതിന് മുമ്പ് നമ്മുടെ അനന്തപുരമായിട്ട് ഇതേപോലെ ഗോവ എക്സ്പ്രസ്സിന് വന്നേരം, അതോ ഇതുപോലെ ലേറ്റ് ആയിട്ടന്ന് കാസൽ റോക്കിൽ നിന്ന് കയറി ഇവിടെ കുലം വന്ന് ഇറങ്ങിയ ഓർമ്മയില്ലേ. അപ്പോൾ അന്നും ഇതേപോലെ ഗോവ എക്സ്പ്രസ്സിന് വന്നേ. ഇത് വാസ്കോഡഗാമ കുലം പാസഞ്ചറാണ് വരുന്നത്. സബർമതിയുടെ ഒരു WDG-4 ലോക്കോ വെച്ചിട്ടുണ്ടാ. ഈ വണ്ടി 2 ദിവസം മുമ്പ് ഡെമു റീക്ക് വെച്ച് ഓടിക്കൊണ്ടിരുന്നേ. പക്ഷെ ആ ഡെമു റീക്ക് ഫെയിൽ ആയിട്ട് ഇപ്പോൾ പിന്നെയും ബാക്ക് ടു പാസഞ്ചർ നോർമൽ ICF കോച്ച് വെച്ചുള്ള റീക്കായിട്ട് മാറി. ആ പോകുന്ന 2 ലോക്കോസ് ഉണ്ട്. ആ ലോക്കോസ് ആണ് നമുക്ക് ബ്രേക്കർ ലോക്കോസ് ആയിട്ട് വന്നത്. ഇത് നമ്മുടെ ലോക്കോ, പൂനെയുടെ WDP-40 കണ്ടാ. മഴ വീണ്ടും തുടങ്ങി പറഞ്ഞില്ല, അതിനു മുമ്പ് മഴയും തുടങ്ങി വീണ്ടും. ബ്രേക്കർ ലോക്കോസ് ഒക്കെ ഊരിയിട്ട് നമ്മുടെ ഗോവ എക്സ്പ്രസ് ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലോക്കോ ഒരു WDG-4G ട്വിൻസ് തന്നെയാണ്. ഇവിടെ ഇപ്പം എല്ലാം അത് തന്നെയാണ് കേട്ടോ. നേരത്തെ ഗൂഗിളിയുടെ ലോക്കോസ് ആയിരുന്നു, ഇപ്പം എല്ലാം ഗുത്തിയുടെ ലോക്കോസാണ്. അത് ഈ പുതിയ ടൈപ്പ് ലോക്കോസ്. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഓപ്പറേഷൻ ഭയങ്കര സിമ്പിളല്ല മറ്റേ കേട്ടോ. കോച്ചിൻ്റെ ഉൾവശം കാണിച്ചില്ലായിരുന്നല്ലോ, ഫുള്ള് കച്ചറയാണ് കേട്ടോ.
ഫുള്ള് കണ്ടോ കിടക്കുന്നുണ്ടോ? എല്ലാം ഈ ഉപയോഗിച്ചിട്ട് എന്നാ പുറത്തെ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് കളയണം. അതില്ല. കുടിച്ച ചായയുടെ ഗ്ലാസ്, കുപ്പി, മറ്റേ മറിച്ചത് ഇതുണ്ട്. ഇവിടെ എല്ലാം ഇത് തന്നെ ഉണ്ടോ? ഇതൊക്കെയാണ് അവസ്ഥ. ചില സമയത്ത് നമുക്ക് ഇന്ത്യൻ റെയിൽവേ കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ യാത്രാ സമയം തരും കേട്ടോ. അങ്ങനത്തെ ഒരു യാത്രയാണ് ഈ യാത്ര കേട്ടോ. 169 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. കുറേ യാത്ര എടുത്ത് ഏകദേശം നല്ല സമയം എടുത്തു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ ഗോവ എക്സ്പ്രസ്സിലെ ആ ഒരു സംഭവബഹുലമായ യാത്രയും മനോഹരമായ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 10:06 ഇവിടെ ലാൻഡ് ചെയ്തു. ഞാൻ ശരിക്കും ഇന്നലെ ഗോവ എക്സ്പ്രസ് ലേറ്റ് ആയപ്പോൾ ഞാൻ കരുതിയത് ഇന്നലെ ബെൽഗാവിയിൽ ബാംഗ്ലൂർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ വണ്ടി വിടുന്നതിന് അരമണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ കറണ്ട് അവൈലബിലിറ്റി ഒരു സീറ്റ് ഉണ്ടായിരുന്നു AC-യിൽ. ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ, പക്ഷേ ഞാൻ ഓർത്ത് വേണ്ട. കാരണം ഞാൻ മംഗളയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന തത്കാല. അത്രയും പൈസ വേറെ സെക്കൻഡ് AC-ക്കാണ് ബുക്ക് ചെയ്തേക്കണേ. അത്രയും പൈസ വെറുതെ എതിരെ കളയത് എടുത്തിട്ട് ഓർത്ത. കാരണം വെറുത്ത് പോയിട്ട് അങ്ങനെ ചിന്തിച്ച് വരാം, പക്ഷെ ചെയ്തായിരുന്നെങ്കിൽ അയ്യോ. അപ്പം അങ്ങനെ ഒരു പ്ലാനിലൊരു പിഴവ് പറ്റിയൊന്നുമില്ല. വണ്ടി ലേറ്റ് ആയ മെയിൻ കാര്യം. എന്തിലാകട്ടെ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ മഡ്ഗാവ് സ്റ്റേഷനിൽ ഒരു റിട്ടേൺ റൂം എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. റിട്ടേൺ റൂം കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഞാൻ കയറിട്ടില്ല ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതാണ് മഡ്ഗാവ് സ്റ്റേഷനിലെ ഞാൻ എടുത്ത റിട്ടേൺ റൂം കേട്ടോ. ഇത് ഒരു ഡബിൾ ബെഡ്റൂമാണ്. ഇതിന് ഞാൻ 3 മണിക്കൂറത്തേക്കാണ് ഇതിൻ്റെ സ്ലോട്ട് കിട്ടിയത്. 500 രൂപയാണ് ഇതിൻ്റെ ചാർജ്. GST കൂടെ കൂട്ടി 84 കൂടെ കൂട്ടി 584 രൂപ 3 മണിക്കൂറത്തേക്ക്. അപ്പോൾ ഇതുള്ളത് നമ്മുടെ മഡ്ഗാവ് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1-ന്റെ ഏറ്റവും അങ്ങേയറ്റത്ത്, അതായത് ടുവാർഡ്സ് കാർവാർ ഭാഗത്ത് നമ്മൾ സ്റ്റെപ്പ് വരെ നേരെ പോകുമ്പോൾ തന്നെ റിസപ്ഷൻ ഒക്കെ ഉണ്ട്. അവിടെ റൂമിൻ്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ, 6 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ് റിട്ടേൺ റൂം ബുക്ക് ചെയ്തത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് കറക്റ്റ് ചെക്കിൻ ടൈം ആയപ്പോൾ ചെക്കിൻ ചെയ്തു. ഇനിയിപ്പോൾ 3 മണിക്കൂർ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, ഫ്രഷ് ആവണം. അതാണ് പരിപാടി. ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. നല്ല നീറ്റ് ബെഡ്റൂമാണ്, കുഴപ്പമൊന്നുമില്ല. ബാത്റൂം നല്ല വലിയ ബാത്റൂമാണ്. കാണിച്ചു തരാവേ. ഇതാണ്ടാ ഇതിൽ വലിയ ബാത്റൂം കണ്ടോ. ഈ റിട്ടേൺ റൂമിൻ്റെ ബാത്റൂം ഇല്ല, നല്ല വലിയ വലിപ്പമുള്ള ബാത്റൂംസ് ആയിരിക്കും. ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. ഇപ്പോൾ റിട്ടേൺ റൂമിൽ കയറി ഫ്രഷ് ആയി. നല്ല റൂമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ പോകാൻ പോകണം. മംഗള എക്സ്പ്രസ് ഓൺ ടൈമാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് മംഗള എക്സ്പ്രസ് ഭയങ്കരമായിട്ട് ഓൺ ടൈം പാലിച്ച് ഓടുന്നത് കേട്ടോ. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇത് കുലം ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ്. കാസിപ്പേട്ട് ഷെട്ടിൻ്റെ 2 DG4 ലോക്കാണ് കേട്ടോ. സ്കിപ്പ് അടിച്ച് പോയി, ഇവിടെ നിർത്താതെ പോകാൻ തോന്നുന്നിട്ട്. അല്ല, അങ്ങനെ ഇട്ടോ കേട്ടോ. ഇത് കേട്ടോ, ഇത് WDG60 ട്വിൻസ് ആണ്. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം 4G ആയിരുന്നല്ലോ. ഇത് 60 കേട്ടോ. 60 ആണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും കൂടുതൽ പവറുള്ള ഡീസൽ ലോക്കോ കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 ട്വിൻ ലോക്കോമോട്ടീവ്സ് വെച്ചാണ് ഈ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നത്. എനിക്ക് ദേ വരുന്ന നമ്മുടെ മംഗള എക്സ്പ്രസ് ബാങ് ഓൺ ടൈം ആയിട്ട് കേട്ടോ. അമ്മേ, മംഗളയൊക്കെ ഓൺ ടൈം വരുന്ന മംഗള. അങ്ങനെ ഞാൻ കയറിയ സമയത്തൊന്നും മംഗള ഒന്നും വലിയ ഡിലേ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഹാവട ഷെഡിൻ്റെ ഒരു WP7 ഉണ്ടല്ലോ കേട്ടോ. എൻ്റെ മുന്നേ ജനറലിനകത്തൊക്കെ കുറ്റി നിറച്ച ആളാണ്. 2 ജനറലാണ് ഫ്രണ്ടിലുള്ളത്. നമ്മുടെ A2 ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. 2021 മെയ്ഡ് കുഴപ്പമില്ലാത്തൊരു സെക്കൻഡ് AC കോച്ചാണ്. ഇതിനകത്ത് ഫുള്ള് മലയാളികളല്ല, എല്ലാവരും ഹിന്ദിക്കാരാട്ടോ. മലയാളികൾ വളരെ കുറവാണ്. വണ്ടിക്കത് വലിയ ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ നേരത്തെ ഇവിടെ 23 സൈഡിൽ പറയാൻ തൽക്കാലെടുത്താണ് ഇതിന് ഓരേ. ഇതാണ് നമ്മുടെ ബർത്ത്. അമ്മേ, കറക്റ്റ് 6 മണിക്ക് വരെ നമ്മളെ മംഗള ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ. എൻ്റെ ഫേവററ്റ് വണ്ടികളിൽ ഒരെണ്ണമാണ് ഈ മംഗള കേട്ടോ. എനിക്ക് എപ്പോഴും നല്ല മൊമെൻറ്റ്സ് മാത്രം വന്നിട്ടുള്ളൊരു വണ്ടിയാണ് ഈ മംഗള. എസ്പെഷ്യലി ഓവർനൈറ്റൊക്കെ പോകുന്നത് നല്ല വണ്ടിയല്ലേ. ഇഷ്ടമല്ലാത്തവരുണ്ടാവും, എനിക്കിഷ്ടം.
ലക്ഷദ്വീപ് അങ്ങനെ മടുകാന്ന് വിട്ട് പിന്നെ ക്രോസിങ്ങിന് പിടിക്കുകയാണ്. നമ്മൾ ഗോവയിലെ ലോലിയൻ എന്ന സ്റ്റേഷൻ നമ്മളിപ്പോൾ എത്തി. മത്സ്യഗന്ധ എക്സ്പ്രസ് വരുന്നുണ്ട്, അതാണ് ഏകദേശം ഒരു മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ അത് പാസ് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ പിടിക്കുക. ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്റ്റേഷനാണ് കേട്ടോ ഈ ലോലിയൻ എന്ന് പറയുന്നത്. കിടുകണ്ണാണ്. ഇങ്ങനെ പോകാണെങ്കിൽ നമ്മൾ മംഗലാപുരത്തൊരു 1.5 മണിക്കൂർ ബിഫോർ ടൈം എത്തും. നോക്കാം, കാരണം ഇങ്ങോട്ട് കുറേ വണ്ടികളൊക്കെ വരാനുണ്ട്. ഓ വൈബ് നോക്കിക്കേ, നമ്മൾ കാർവാറിന്ന് വിട്ട് ഇപ്പോൾ ഇനി മംഗലാപുരം ഭാഗത്തേക്ക് പോകണം. ആ മല മുകളൊക്കെ ഉണ്ടോ, ചെറിയ കോടയും തണുപ്പും. ഓ സെറ്റ് ക്ലൈമറ്റ് അല്ലേ. ഈ കാർവാർ സ്റ്റേഷൻ്റെ അടുത്ത് കാണുന്ന ഈ മല കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ മംഗള എക്സ്പ്രസ് 9 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിവിടെ കുന്താപ്പുരയിൽ വന്നു. അപ്പോൾ ഇവിടെ വെച്ചും ഒരു ക്രോസിംഗ് ഉണ്ട്, അതും മംഗളയാണ്. രാവിലെ 10 മണിക്ക് ശേഷം എറണാകുളത്ത് നിന്ന് തൊട്ട് മംഗളയായിട്ട് ഇവിടെ കുന്താപ്പുര ക്രോസിംഗ് ഉണ്ട്. ഡൽഹി പോകുന്ന മംഗളയും എറണാകുളം പോകുന്ന മംഗളയും കൊണ്ട് ഇവിടെ കുന്താപ്പുരയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഇവിടെ കൊങ്കൺ റെയിൽവേയിലെ കുറേ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇതേപോലെ വെയിറ്റിംഗ് ഷീറ്റ് കാണാം. അതെല്ലാം പണിത് കൊടുത്തിരിക്കുന്നത് ഈ ലയൺസ് ക്ലബ്ബുകാരാണ് കേട്ടോ. നമ്മുടെ അവിടെ നാട്ടിൽ ബസ് സ്റ്റോപ്പൊക്കെ ഇല്ലേ, ബസ് സ്റ്റോപ്പ് സ്പോൺസേർഡ് വായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ സെയിം സെറ്റപ്പ് തന്നെ. മംഗള എക്സ്പ്രസ് കറക്റ്റ് ഓൺ ടൈമാണ് ഇന്ന് ഓടുന്നത് കേട്ടോ. കറക്റ്റ് ഓൺ ടൈമിന് നമ്മളെ തൃശ്ശൂർ കയറിക്കൊണ്ടിരിക്കുക. പുറത്ത് നല്ല അടിപൊളി മഴ കേട്ടോ, ഭയങ്കര മഴയാണ്. ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, കുറച്ചു മുമ്പ് വരെ മൂടി നിൽക്കാറ്. പക്ഷേ തൃശ്ശൂർ ആവാറായപ്പോൾ അടിപൊളി മഴ. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാവേ. അതായത് നമ്മൾ ഈ തിരിച്ചു വരുന്ന വണ്ടികളിൽ കുറേ ആൾക്കാരൊക്കെ ഇത് N2 ബുക്ക് ചെയ്യും. അതായത് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി N2 ബുക്ക് ചെയ്യും. എന്നിട്ട് N2 എന്ന് വെച്ചാൽ നിസാമുദ്ദീൻ എറണാകുളം വരെ, എന്നിട്ട് കോഴിക്കോട് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങും. ചിലപ്പോൾ അതിന് മുമ്പ് ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കുന്ന കയറണമെങ്കിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ TTയോട് ചോദിക്കണം, ഇതേപോലെ സീറ്റ് വേക്കണമെന്നും ചോദിക്കണം. പുള്ളി നോക്കിയിട്ട് പറയും. അപ്പോൾ അങ്ങനെ ഒരു ടിപ്പുണ്ട്. ചിലർ അങ്ങനെ N2 ബുക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് ഇറങ്ങും. അപ്പോൾ അങ്ങനെ സീറ്റ് കിട്ടും. പക്ഷേ ചാർട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ സൈറ്റ് നോക്കുമ്പോൾ സീറ്റ് കാണിക്കത്തില്ല. ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വരുവാണെങ്കിൽ TTയോട് കയറി ചോദിക്കുക സീറ്റ് ഉണ്ടെങ്കിൽ, എന്നിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. സമയം ഇപ്പം 7:40 നമ്മുടെ മംഗള അങ്ങനെ 20 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചാൽ ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ കയറുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഓട്ടമായിരുന്നു കേട്ടോ മംഗള എക്സ്പ്രസ്. ഇങ്ങനെ കറക്റ്റ് സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ബലഗാവിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് അവിടെ എറണാകുളത്ത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ദൂദ്സാഗർ ഫോൾസിൻ്റെ ഒക്കെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു. കമൻസ് ആയിട്ട് നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയണേ. നെക്സ്റ്റ് ഡേ ആണ്. ബൈ.